മൂത്രനാളിയിലെ അണുബാധ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇത് എന്തുകൊണ്ടൊക്കെയാണ് വരുന്നത്? ഇത് എങ്ങനെ നമ്മൾ തടയാനായിട്ട് സാധിക്കും? ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? ഇത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ EG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതായത് മൂത്രനാളിയിലെ അണുബാധ. ഇത് മൂത്രനാളിയിൽ ആ ഒരു യൂറിനറി ട്രാക്റ്റിലെ യുറേത്ര എന്നുള്ള ഭാഗം അവിടെ നിന്നും അത് ബ്ലാഡറിലോട്ട്, അതായത് മൂത്രസഞ്ചിയിലോട്ട് പോവുകയും പിന്നീട് അത് ട്രീറ്റ് ചെയ്യാതെ വിടുകയാണെങ്കിൽ അത് യുറേറ്റർ എന്ന് പറഞ്ഞ ട്യൂബിലൂടെ കിഡ്നീനെ വരെ ബാധിച്ചേക്കാം. വൺസ് അത് കിഡ്നീനെ ഇൻഫെക്റ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിറയലോടുകൂടിയുള്ള പനി, ഛർദി, ഓക്കാനിക്കാൻ വരാം, അതിൻ്റെ സിവിയാരിറ്റി കൂടും. അപ്പം നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾക്കൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ഒരു ആവശ്യം വരും, കിഡ്നീനെ എഫക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ. എന്നാൽ അതിന് മുന്നേ തന്നെ ഈ മൂത്രനാളിയുടെ തുടക്കത്തിൽ തന്നെ യൂറേത്ര ആ ഒരു ഭാഗത്തിൽ ഇൻഫെക്റ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രോപ്പർ ചികിത്സ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹോം റെമഡീസ് ആണെങ്കിലും പ്രോപ്പർ വെള്ളം കുടിക്കുക, അങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് നല്ലൊരു സൊല്യൂഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഈ UTI അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള കാരണം എന്താണ്? ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലെങ്ത് തന്നെയാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ യുറേത്ര എന്ന് പറയുന്ന ആ ഒരു യൂറിനറി ട്രാക്റ്റിൻ്റെ ലാസ്റ്റ് ഭാഗത്തിൻ്റെ ഒരു ലെങ്ത് വളരെയധികം ചെറുതാണ്, ഷോർട്ടാണ് സ്ത്രീകളിൽ. എന്നാൽ അത് പുരുഷന്മാരിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ നീളം കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ ഒരു ബാക്ടീരിയ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ലേഡീസിൽ അത് ഇൻഫെക്റ്റഡ് ആവും, ബ്ലാഡറിൽ പോയി എത്തും. എന്നാൽ അത് മെയിൽസിലാണ് എന്നുണ്ടെങ്കിൽ പുരുഷന്മാരിൽ കുറേ ദൂരം സഞ്ചരിക്കേണ്ടി വരും. അപ്പോഴേക്കും നമ്മുടെ ബോഡിയിലും ചില ആൽക്കലി, അതേപോലെ തന്നെ pH ലെവലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആ ബാക്ടീരിയ അവിടെ തന്നെ അത് ബ്ലോക്ക് ആക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി പൊതുവെ സമ്മർ സീസണിൽ, വേനൽക്കാലത്ത് ചൂട് കൂടുന്ന ടൈമിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കുട്ടികളിലും ശരി മുതിർന്നവരിലും ഫ്രീക്വൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, പലരും ഒരു കോമൺ ആയിട്ട് പറയുന്നത് ദേഹത്ത് ചൂട് കൂടുകയാണ്. അങ്ങനെയല്ല, നമ്മുടെ ശരീരം കൂടുതലായിട്ട് വിയർക്കുന്നു. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ യൂറിനിൽ, കിഡ്നിയിലെത്തുന്ന വെള്ളവും അതിൻ്റെ ലെവലും കുറയും, യൂറിൻ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് എന്തെങ്കിലും ബാക്ടീരിയാക്കൾ കയറിക്കഴിഞ്ഞാലും പെട്ടെന്ന് ഇൻഫെക്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ യൂറിൻ പോകുന്നതിൻ്റെ അളവൊക്കെ കുറയും. പൊതുവെ വെയിലുള്ള ടൈമിൽ നമ്മൾ യൂറിൻ പോകുന്നതിൻ്റെ ആ ഒരു ടൈം, മൂത്രമൊഴിക്കുന്നത് ഓരോ മണിക്കൂറോ 2 മണിക്കൂറോ അല്ലെങ്കിൽ 4 മണിക്കൂർ കൂടുമ്പോഴായിരിക്കില്ല, ചിലപ്പോൾ രാവിലെ കഴിഞ്ഞ് വൈകിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് വരുമ്പോൾ ആ ബാക്ടീരിയകളുടെ ഗ്രോത്ത് അവിടെ വളർച്ച കൂട്ടും. അതിനാണ് നമ്മൾ കൂടുതലായിട്ടും വെള്ളം കുടിക്കാനായിട്ട് പറയുന്നത്. ഇങ്ങനെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്തുമ്പോൾ തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് നമ്മളത് യൂറിനേറ്റ് ചെയ്യും, അത് ഫ്ലഷ് ഔട്ട് ആയി പോകും. ആ ബാക്ടീരിയകൾ ബ്ലാഡറിലെത്താനോ അല്ലെങ്കിൽ കിഡ്നിയിലെത്താനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണഗതിയിൽ മൂത്രം ഒഴിച്ചു കഴിയുമ്പോൾ പിന്നെയും ഒഴിക്കണമെന്നുള്ളൊരു തോന്നൽ, എരിച്ചൽ, പുകച്ചൽ, മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും പിന്നെയും പോകണം എന്നുള്ളൊരു തോന്നൽ, ഫുൾ ബ്ലാഡർ അല്ലെങ്കിൽ ആ മൂത്രസഞ്ചി ഫുള്ള് എംപ്റ്റി ആയില്ല എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉണ്ടാവുക, കുറേ പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുക, എന്നാൽ വളരെ ചെറിയ തോതിൽ മാത്രം മൂത്രം ഒഴിക്കുക, മൂത്രത്തിന് ഭയങ്കര കടും മഞ്ഞ നിറം അനുഭവപ്പെടുക. ഇതിൻ്റെ കൂടെ തന്നെ ചിലർക്ക് ബാക്ക് പെയിനും കൂടെ അനുഭവപ്പെടാറുണ്ട്. ഈ ബാക്ക് പെയിൻ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കിഡ്നി സ്റ്റോൺ ഉണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് സംശയിക്കേണ്ടതുണ്ട്. ഇനി ഇതിൻ്റെ തന്നെ സിവിയാരിറ്റിയിൽ എത്തിക്കഴിയുമ്പോൾ, അതായത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇതുപോലെ ചെറിയ ഇൻഫെക്ഷനൊക്കെ ഉണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യാതെ അതിൻ്റെ സിവിയാരിറ്റിയിൽ എത്തിക്കഴിയുമ്പോൾ വിറയലോട് കൂടിയിട്ടുള്ള പനി, ഓക്കാനം, ഛർദി, ഇതൊക്കെ കൂടുതൽ കിഡ്നീനെ എഫക്റ്റായി ആ ബാക്ടീരിയ എന്നുള്ളതാണ് അതിൻ്റെ അടയാളം. അപ്പോൾ അതിന് എന്തായാലും ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള മെഡിസിൻസ് നമ്മൾ എടുത്തേ മതിയാവും. അപ്പോൾ പൊതുവേ അതിനുള്ള ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാറ്. അപ്പോൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ കോഴ്സ് എടുക്കുന്ന സമയത്ത് ഒരു 3 മുതൽ 7 ദിവസം അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറയാറുണ്ട്. ഒരിക്കലും കോഴ്സ് നിങ്ങൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കിഡ്നീനെ എഫക്റ്റ് ആയി സിവിയർ സ്റ്റേജ് ആയി എന്നുണ്ടെങ്കിൽ കോഴ്സ് എടുക്കാൻ തുടങ്ങുമ്പോൾ ഇടയിൽ വെച്ച് ഡ്രോപ്പ് ആക്കരുത്. കാരണം അത് ഡ്രോപ്പ് ആക്കി കഴിഞ്ഞാൽ പിന്നെയും അതിൻ്റെ ഇൻഫെക്ഷൻസ് കൂടാൻ വളരെയധികം സാധ്യതയുണ്ട്. ഈ UTI ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നതിന് കാരണം എന്താ? ഇപ്പോൾ ചിലരെങ്കിലും പറയാറുണ്ട്, ഞങ്ങളത് കുറേ വട്ടം ട്രീറ്റ് ചെയ്തതാണ്, പിന്നെയും അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈക്കോളിയുടെ ഒരു ബാക്ടീരിയയുടെ ഇൻഫെക്ഷനാണ് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നത്. അതിന് മെയിൻ കാരണം നമ്മുടെ ഈ മലദ്വാരത്തിൻ്റെ അവിടെ നിന്ന് അത് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ
പുറകോട്ട് നിന്ന് മുന്നോട്ടിലേക്ക് ആ ഒരു പൊസിഷനിലാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഈക്കോളി ബാക്ടീരിയ, ഇത് നമ്മുടെ വൻകുടലിലും അതേപോലെ തന്നെ ആമാശയങ്ങളിലൊക്കെ കണ്ടുവരുന്ന ബാക്ടീരിയയാണ് ഈക്കോളി ബാക്ടീരിയ. അപ്പോൾ ഇത് മോഷൻ പോയതിന് ശേഷം അത് ചിലരെങ്കിലും അത് വാഷ് ചെയ്യുന്നത് പുറകോട്ട് നിന്ന് ഫ്രണ്ടിലോട്ട് വാഷ് ചെയ്യും. അപ്പോൾ ഈ സമയത്ത് ഈ ഈക്കോളി ബാക്ടീരിയ നമ്മുടെ യൂറേത്രയിൽ അല്ലെങ്കിൽ ആ യൂറിനറി ട്രാക്റ്റിൻ്റെ ലാസ്റ്റ് പോർഷനിൽ പെട്ടെന്ന് എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊരു റീസൺ. അതേപോലെ തന്നെ ഫിസിക്കൽ കോണ്ടാക്റ്റിന് ശേഷം, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം യൂഷ്വലി മൂത്രം ഒഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതായത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുന്നേയും അതിന് ആഫ്റ്റർ ആയിട്ടും അതെന്തായാലും യൂറിനേറ്റ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇൻഫെക്ഷൻസ് ഒഴിവാക്കാനായിട്ട് ഇത് സഹായകരമാക്കും. നമ്മുടെ ശരീരത്തിന് വേണ്ട വെള്ളം 2 മുതൽ 2.5 ലിറ്റർ വെള്ളം ദിവസവും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിൽ തന്നെ ചിലരെങ്കിലും ഇപ്പോൾ വീട്ടമ്മമാരായിക്കോട്ടെ, അതല്ലെങ്കിൽ ട്രാവലിങ്ങിലുള്ള സമയത്ത് പലരും പുറത്തുള്ള പബ്ലിക് ടോയ്ലറ്റ് ഭയങ്കര വൃത്തി ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ആലോചിച്ച് മൂത്രം വരുന്നു എന്ന് തോന്നിയതിന് ശേഷം അവർ മൂത്രം അടക്കി വെക്കും. അങ്ങനെ പിടിക്കുന്ന സമയത്ത് മൂത്രസഞ്ചിയിൽ അങ്ങനെ മൂത്രം കെട്ടിക്കിടക്കുന്ന സമയത്ത് ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് അത് ഒരു മുതൽക്കൂട്ടായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മൾ ഇപ്പോൾ പുറമെ ഇപ്പോൾ വെസ്റ്റേൺ ടോയ്ലറ്റ് ഉപയോഗിക്കുകയാണെങ്കിലും ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കുകയാണെങ്കിലും അതിലൂടെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് മുന്നേ, ഇപ്പോൾ വെസ്റ്റേൺ ടോയ്ലറ്റ്സ് ആണ് പബ്ലിക് ടോയ്ലറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ടിഷ്യൂ പേപ്പർ കൊണ്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്യാം. മാത്രമല്ല ഒരിക്കലും ആ ഒരു ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് കടന്ന് വേറൊരു സ്ഥലത്ത് കുറേ നേരത്തിൽ നിൽക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരികയില്ല. എന്നാൽ അത് വൃത്തി ഉണ്ടാവില്ല, അത് ഉപയോഗിച്ചാൽ എന്താവും എന്ന് വിചാരിച്ച് പലപ്പോഴും സ്ത്രീകളാണ് അതിൽ കൂടുതലായിട്ടും, അതുകൊണ്ട് അതും ഒരു കാരണമാണ്. യൂറേത്രയുടെ ആ ഒരു ലെങ്ത് ചെറുതായി എന്ന് മാത്രമല്ല, പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ അങ്ങനെ അത് യൂറിനേറ്റ് ചെയ്യാൻ മടിച്ചിട്ട് അവരിങ്ങനെ ഉള്ളിൽ ഒതുക്കി വെക്കും. ഇങ്ങനെ വെക്കുന്ന സമയത്ത് എന്താവും, മൂത്രസഞ്ചിയിൽ ബ്ലാഡറിൻ്റെ ആ ഒരു ഇൻഫെക്ഷൻ, ബാക്ടീരിയകൾ ഇൻഫെക്ഷൻ വളരെ കൂടുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എപ്പോഴും മൂത്രം ഒഴിക്കാൻ തോന്നുന്ന സമയത്ത് അത് ഒഴിച്ചു കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫ്ലഷ് ഔട്ട് ആവും. ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യുക എന്നുള്ള പോലെ, വിഷാംശങ്ങൾ കളയുന്ന പോലെ നമ്മുടെ ബാക്ടീരിയകളെയും പുറത്തോട്ട് തള്ളാൻ വളരെ സഹായകരമാവുന്ന ഒന്നാണ്. ഇനി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നമുക്ക് വന്നു കഴിഞ്ഞു, വീട്ടിലെ കുട്ടികൾക്കാണെങ്കിലും നമ്മൾ വലിയവർക്കാണെങ്കിലും വന്നു കഴിഞ്ഞു, സ്റ്റാർട്ടിങ് സ്റ്റേജാണ്, ഒരു എരിച്ചിലും പുകച്ചിലൊക്കെ ഉണ്ട്, മൂത്രം പോയതിന് ശേഷം കടച്ചിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഒരു വെള്ളത്തിൽ കൂടെ തന്നെ വൈറ്റമിൻ സി, അതായത് നാരങ്ങയോ അതേപോലെ തന്നെ നെല്ലിക്കയൊക്കെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ വൈറ്റമിൻ സി അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ പാനീയങ്ങളൊക്കെ കുടിക്കുന്നത് നമ്മുടെ ആ ഒരു യൂറിനിലുള്ള അസിഡിക് കണ്ടൻറ്റ് കൂട്ടും. അപ്പോൾ അസിഡിറ്റി കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ബാക്ടീരിയയ്ക്ക് ആ അസിഡിറ്റി, ആ pH ലെവൽ തരണം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഓട്ടോമാറ്റിക്കലി അത് പുറത്തോട്ട് പോകും. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് നിങ്ങൾ എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ നന്നാരി എന്ന് പറയുന്നത് സാർസപ്പെറില്ല, യൂഷ്വലി ഹോമിയോ ഇതിലൊക്കെ സാർസപ്പെറില്ലയുടെ തന്നെ മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ നന്നാരിയാണ് സംഭവം. നമ്മൾ വെയിൽ കാലത്തൊക്കെ നമ്മൾ സർബത്താണെങ്കിലും അങ്ങനെ എല്ലാത്തിലും നന്നാരി മിക്സപ്പ് ചെയ്യാറുണ്ട്. അത് വളരെയധികം നല്ലതാണ്. യൂറിൻ്റെ ഇതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ ഇഫക്റ്റീവ് ആയിരിക്കും ഈ സാർസപ്പെറില്ല എന്ന് പറയുന്നത്. അതേപോലെ ചിലർക്കെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഉടനെ ഇങ്ങനെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാം, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ഉടനെ. അപ്പോൾ ഇതിനെ നമ്മൾ ഹണിമ്യൂൺ സിസ്റ്റൈറ്റിസ് എന്നാണ് പറയുക. നമ്മൾ ഹോമിയോയിൽ യൂഷ്വലി സ്റ്റാഫിസാഗ്രിയ മെഡിസിൻസ് ഒക്കെയാണ് അതിന് പ്രത്യേകം പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സ്റ്റാഫിസാഗ്രിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് പ്രോഡക്റ്റ് ആണ്, എന്നാൽ അതിൻ്റെ ഒരു സീഡാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റു ചില പാർട്ടുകൾ കുറച്ചുകൂടി ടോക്സിക് ആയതുകൊണ്ട് സീഡാണ് നമ്മൾ ഹോമിയോ മെഡിസിൻസിൽ യൂഷ്വലി ഡൈലൂട്ടഡ് ഫോമിൽ പൊട്ടൻസി ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റാഫിസാഗ്രിയ ഹണിമ്യൂൺ സിസ്റ്റൈറ്റിസിന് വളരെ നല്ലതാണ്. പിന്നെ ചിലർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള റീസൺ എന്തെങ്കിലും ഒരു സർജറി ആ ഒരു കാര്യമായിട്ട് അനുബന്ധപ്പെട്ട് ഒരു കെത്തേറ്റർ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കെത്തേറ്റർ ഇട്ടതിൻ്റെ ഒരു യൂറിനറി കെത്തേറ്റർ ഇട്ടതിൻ്റെ ഒരു ഭാഗമായിട്ട് ചിലർക്ക് ആ ഇൻഫെക്ഷൻ കണ്ടിന്യൂ ചെയ്ത് പോകാറുണ്ട്. അതിനും ഈ സ്റ്റാഫിസാഗ്രിയ മെഡിസിൻ വളരെ ഇഫക്റ്റീവായിട്ട് കണ്ടുവന്നിട്ടുണ്ട് ഇതുവരെ. അതേപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ UTI സ്ഥിരമായിട്ട് വരുന്നവർക്ക് നമുക്ക് വീട്ടിൽ ചെന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഈ ക്രാൻബെറി ജ്യൂസാണ്. ഇതിൽ പ്രോ ആൻഡോസയനൈഡ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ബാക്ടീരിയകളൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യാനായിട്ട്, പുറന്തള്ളി കളയാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒന്നാണ്. ഇനി നമുക്ക് വീട്ടിൽ നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഫ്രീക്വൻറ്റ് ഇൻഫെക്ഷൻ വരുന്നുണ്ട്, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷിയും കൂട്ടണം. അപ്പോൾ ആ രീതിക്ക് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലും അലിസിൻ കണ്ടന്റ് അധികം അടങ്ങിയിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി,
അതേപോലെ തന്നെ കുർക്കുമിൻ കണ്ടന്റ്, അത് ആൻറ്റി ബാക്ടീരിയൽ ആണ്, ആൻറ്റി ഫംഗൽ ആണ്, ആൻറ്റി വൈറൽ ആണ്. സോ കുർക്കുമിൻ, മഞ്ഞൾ അധികം ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം. ജിഞ്ചറോൾ എന്ന് പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഉള്ളതാണ്. നമ്മുടെ ഇഞ്ചിയിലുള്ള കോൺസ്റ്റിറ്റ്യൂൻ്റ് എന്ന് പറയുന്നത് ആ നീർക്കെട്ട് കുറയ്ക്കാനുള്ളതാണ്. അപ്പോൾ അതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഇതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഈ മൂത്രനാളിയിൽ വരുന്ന അണുബാധ കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. സോ ഇനിയിപ്പോൾ ഏതായാലും സമ്മർ സീസണൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൽ ജലാംശം നിർത്തിക്കൊണ്ടുള്ള അങ്ങനത്തെ ആഹാരങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ പോലെ നന്നാരി അതൊക്കെ വളരെ ഇഫക്റ്റീവാണ്. ഈ യൂട്ടിയിൽ തന്നെ ക്രോണിക്കും ഉണ്ട്, അക്യൂട്ടും ഉണ്ട്. അതായത് ഈ അണുബാധ വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് വന്നതുകൊണ്ട് കുറേ കാലമായി ഇടവിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ കുറേ കാലമായി ഇടവിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. എന്തുകൊണ്ടത് വരുന്നു, എന്താണ് എന്നുള്ളത് പ്രോപ്പർ അനലൈസ് ചെയ്ത്, ഇപ്പോൾ ചിലർക്ക് നമ്മൾ വെറും യൂറിൻ അനാലിസിസ് മാത്രം കൊടുക്കില്ല, യൂറിൻ കൾച്ചർ ടെസ്റ്റും കൂടെ കൊടുക്കും. എന്ത് ബാക്ടീരിയ കൊണ്ടാണ് അത് വരുന്നത്, ഈക്കോളി കൊണ്ടാണോ അതോ വേറെ ഏതെങ്കിലും ബാക്ടീരിയ ആണോ, സ്പെസിഫിക് നോക്കി അതിനനുസരിച്ചാണ് നമ്മൾ ചികിത്സ പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂത്രനാളിയിലെ ഈ ഒരു അണുബാധ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള ഈ ഒരു വാട്സപ്പ് നമ്പറിൽ എന്നെ ബന്ധപ്പെടുക. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്.